പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു വകതിരിവില്ലായ്മ നോക്കണേ. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ വീട്ടിനകത്ത് പോയി PR ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ ഒരു ദൃശ്യം നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ പുറത്തു നിന്നുള്ള വേറൊരു ദൃശ്യം വരികയാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് എവിടെ എങ്ങനെ പെരുമാറണമെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത വ്യക്തിയാണെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം നോക്കി. മോഹൻലാലിന്റെ അമ്മയുടെ മരണം നടന്ന വീടിന് മുന്നിൽ അന്തിമോപചാരം അർപ്പിച്ച് പുറത്തെത്തിയതിനു ശേഷം സെൽഫി എടുത്ത് രസിക്കുന്നവൻ നോക്കി. അതെ കണ്ടല്ലോ, ആസ്വദിച്ച് നിന്ന് ആ ബ്രൈറ്റ്നസ് കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ട്. ആ ബ്രൈറ്റ്നസ് കൂട്ടി സെൽഫി എടുക്കുന്നത് പോലും തൊട്ട് ഓപ്പോസിറ്റ് PR നിർത്തി വീഡിയോ ചിത്രീകരിക്കുകയാണ്. കണ്ടില്ലേ? ഒരു മരണ വീടാണ്, ഞാനൊരു പ്രതിപക്ഷ നേതാവാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അറിഞ്ഞുകൂടാതെ അടുത്തേക്ക് വരുന്ന ആളോട് അത് വിലക്കണം, മാറ്റി നിർത്തണം, ഇവിടെ സെൽഫി എടുക്കാനുള്ള ഒരു ഇടമല്ല. പക്ഷേ സിമ്പിൾ ആകുകയാണ്. അടുത്ത മുഖ്യമന്ത്രി ഉടനെ ഞാൻ ആകാൻ പോവുകയല്ലേ. ഇനി ആ സെൽഫി എടുക്കാൻ വന്നവൻ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനോ KSUക്കാരനെ ഈ സെറ്റ് ഇട്ട് നിർത്തിയിരുന്നതാണോ ഇല്ലയോ എന്നൊക്കെ ഇനി അറിയേണ്ട കാര്യമാണ്. എന്നിരുന്നാലും ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, എവിടെ എങ്ങനെ പെരുമാറുന്നു എന്നാണ്. ഒരു മരണ വീട്ടിൽ പോയിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ വീടിനകത്ത് അവരോടൊപ്പം ദുഃഖം പങ്കുവച്ചിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം അതൊക്കെ വെറും ഷോ ആയിരുന്നു, എനിക്കകത്തൊരു PR ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അതിന് വന്നിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് എന്ന് കൃത്യമായി തെളിയിക്കുന്നില്ലേ ഈ ദൃശ്യം? നോക്കി അദ്ദേഹത്തിന്റെ ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ആ രീതി. അതെ ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആ കാഴ്ച ഉണ്ടായപ്പോൾ വലിയ തോതിലുള്ള കലിപ്പുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇതേ നോക്കിയേ. ആദർശ് VS എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് 2 വരി കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: മരണ വീട്ടിൽ ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നവരെ മടല് വെട്ടി അടിക്കണം. ആദർശ് VS. നോക്കൂ, ഇതേ ഫോട്ടോ. ചിരിച്ചുകൊണ്ട് മരണ വീട്ടിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കാനൊക്കെ ഒരു മടിയില്ലാത്ത ഈ വ്യക്തിയൊക്കെ നാളെ കേരളം ഭരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യർക്ക് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാവുന്നതാണ്. നിങ്ങളാണെങ്കിൽ ഇത് ചെയ്യുമോ? ഒരു മരണ വീട്, പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ തന്നെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചതിൽ ദുഃഖം പങ്കിടാൻ വന്നു, അവിടെ പോയി ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി ആ വീടിന്റെ നടയിൽ നിന്ന് ഇമാതിരി ഊളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്കൊക്കെ വകതിരിവ് ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിക്കൂ. PR പണിയിലൂടെ സ്വയം സിംപിളനാകാനും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ യോഗ്യനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ. ക്യാമറയുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ. 10 പൈസയുടെ ബോധമില്ലാത്ത വ്യക്തികളാണെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കുകയാണ്.